ഇതിനു മുൻപും നമ്മൾ ഇന്ത്യൻ ബ്രീഡ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള പ്ലേലിസ്റ്റിൽ നിന്നോ ഈ ലിങ്കിൽ നിന്നോ കാണാവുന്നതാണ്. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റിനറിയനാണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയേജസ്. ഇന്ത്യൻ പാരിയ ഡോഗിനെ കുറിച്ചിട്ടുള്ള വീഡിയോയിൽ ഒരു കമന്റ് കണ്ടിരുന്നു, നെയ്മർ മൂവിയിൽ കാണുന്ന നായ ജൊനാങ്കി ആണോ എന്നുള്ളത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ബ്രീഡിനെ കുറിച്ചാണ്. ജൊനാങ്കി ജഗ്ഗിലം, കോലറ്റി ജഗ്ഗിലം എന്നൊക്കെ ഈ നായക്ക് പേരുണ്ട്. ഈ നായയുടെ ജന്മസ്ഥലം ആന്ധ്രാപ്രദേശ് ആയതുകൊണ്ട് ജഗ്ഗിലം എന്ന് പറഞ്ഞത് ഒരു തെലുങ്ക് വേർഡാണ്. അതിനർത്ഥം വാക്സി അല്ലെങ്കിൽ സ്റ്റിക്കി ആയിട്ടുള്ള എന്തോ ഒന്ന് എന്നാണ്. ഇത് ഇവർക്ക് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇവരുടെ സെലൈവ, അതായത് തുപ്പല് കുറച്ചും കൂടെ തിക്കറാണ് ബാക്കിയുള്ള ബ്രീഡുകൾ വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ടാണ് ഇവരുടെ പേരിനോട് കൂടെ ഈ ജഗ്ഗിലം വന്നത്. ഒരു കാലത്ത് വെസ്റ്റ് ബംഗാൾ മുതൽ കന്യാകുമാരി വരെ കണ്ടിരുന്ന ഒരു ബ്രീഡായിരുന്നു ഈ ജൊനാങ്കി. സോ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കമന്റിന് ഉത്തരമായിട്ട് പറഞ്ഞത് ഇന്ത്യൻ പാരിയ ഡോഗ് ആണ് നെയ്മറിൽ ഉള്ളതെങ്കിലും ഈ ജൊനാങ്കിയുടെ ജീൻസ് ആ നായയിലില്ല എന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്നായിരുന്നു. ഇതാണ് അതിനുള്ള കാരണം. കെനൽ ക്ലബ് ഓഫ് ഇന്ത്യ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബ്രീഡ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ ക്യാരക്ടറിസ്റ്റിക്സും കുറച്ച് ഡിഫൈൻഡ് ആണ്. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഇവർക്ക് തീരെ രോമം ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ കുറ്റിത്താടി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്രയും ചെറിയ രോമങ്ങളാണ്. ഇതൊരു ഇന്ത്യയുടെ ഹെയർലെസ് ബ്രീഡാണ്. കളറാണ് വെച്ചാൽ പാരിയ ഡോഗ്സിന്റെ മാതിരി തന്നെ ബ്രൗണിഷ് അല്ലെങ്കിൽ ഫോൺ കളേഴ്സിലാണ് അധികം നമ്മൾ ഈ നായനെ കാണാറ്. പിന്നെ ഇവരുടെ ചെവിയുടെ ഷേപ്പ് ആണെങ്കിൽ ട്യൂലിപ്പ് ഷേപ്ഡ് ഇയേഴ്സ് എന്നാണ് പറയുന്നത്. ട്യൂലിപ്പ് പുഷ്പത്തിന്റെ ഷേപ്പിലാണ് ഇവരുടെ ചെവി. പിന്നെ ഇവരുടെ ഒരു ഡിസ്റ്റിങ്വിഷിംഗ് ക്യാരക്ടറാണ് ഇവരുടെ നെറ്റിയിലുള്ള ചുളിവുകൾ. ഇവരും ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള രാജപാളയം ഒക്കെ പോലെ തന്നെ വൺ മാസ്റ്റർ ഡോഗാണ്. ഇവരെ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്നത് താറാവുകളെ മേയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഡക്ക് ഹേർഡിംഗ് ഡോഗ്സും ഈ ബ്രീഡിന് പറയും. താറാവ് കൃഷിയൊക്കെ നിർത്തിയിട്ട് ആന്ധ്രാപ്രദേശ് ഭാഗങ്ങളിലെ ആൾക്കാർ മീൻ കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ നായയുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. അതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം താറാവ് വളർത്താൻ വേണ്ടിയിട്ട് ഇവർ ഈ നായനെ ഉപേക്ഷിക്കുന്ന നിർത്തിയപ്പോൾ പിന്നെ ഈ നായയുടെ ടോട്ടൽ പോപ്പുലാരിറ്റീനെ ബാധിച്ചു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവർ ഓൾറെഡി നന്നായി മീൻ പിടിക്കുന്നവരാണ്. സോ ഇങ്ങനെ വളർത്തുന്ന മീനുകളെയും ഇവർ പിടിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു നാച്ചുറൽ പെസ്റ്റ് ആയിട്ടാണ് പിന്നെ അവിടുത്തെ ആൾക്കാർ കണ്ടു തുടങ്ങിയത് ഇവരെ. ഇന്ന് ആകെ 100-ൽ താഴെ നായകൾ മാത്രമാണ് ഈ ബ്രീഡിന് നിലവിലുള്ളൂ. ഒരുപാട് പേര് ഈ ബ്രീഡിനെ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലൊക്കെ നടക്കുന്ന ബീച്ച് ഫെസ്റ്റിവൽസിലൊക്കെ ഈ ബ്രീഡിനെ എക്സിബിറ്റ് ചെയ്യും. അതുവഴി ഇങ്ങനൊരു ബ്രീഡ് ഉണ്ടെന്ന് ബാക്കിയുള്ളവരെയും കൂടെ അറിയിക്കുകയൊക്കെ ചെയ്യാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ വൺ മാസ്റ്റർ ഡോഗ് ആയതുകൊണ്ടും പിന്നെ ഇവരുടെ പ്രത്യേക രൂപം കാരണവും അധികം ആരും ഈ നായകളെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരാറില്ല. പക്ഷെ ഈ ബ്രീഡിനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വളർത്തുന്നത് ഗാർഡിങ് പർപ്പസിന് വേണ്ടിയിട്ട് തന്നെയാണ്. അതും പ്രത്യേകിച്ച് അസീൽ എന്ന പോർ കോഴികളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഈ ബ്രീഡിനെ നിലവിൽ ഉപയോഗിച്ച് വരുന്നത്. എക്സോട്ടിക് ബ്രീഡായിട്ടുള്ള ബുൾ ടെറിയറിനോട് ഒരുപാട് സാമ്യതയുള്ള ബ്രീഡാണ് ജൊനാങ്കി. ഈ അടുത്ത ബ്രീഡ് ഒരുപാട് പേര് ആവശ്യപ്പെട്ട ബ്രീഡാണ് കൊമ്പൈ. കൊമ്പൈ നായകളെ തേനീ കൊമ്പൈ എന്നും പറയാറുണ്ട്. ഇതിനൊരു കാരണമുണ്ട്. പക്ഷെ അതിനു മുന്നേ ഈ ബ്രീഡിനെ കുറിച്ച് സംസാരിക്കാം. ഈ ബ്രീഡ് പ്രധാനമായിട്ടും തേനി എന്ന തമിഴ്നാട് സ്ഥലത്തു നിന്നാണ് ഒബ്വിയസ്ലി തേനീ കൊമ്പൈ വരുന്നത്. രാജപാളയം പോലെ തന്നെ യുദ്ധത്തിനൊക്കെ ഉപയോഗിച്ചിരുന്ന ബ്രീഡാണ് കൊമ്പൈ. അതേപോലെ തന്നെ കുതിരകളെ കടിക്കാനും പ്രത്യേകിച്ച് കുതികാലിൽ കടിച്ച് മുറിവേൽപ്പിച്ച് അവർക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കാനും വേണ്ടിയിട്ടാണ് ഇവരെ രണ്ടുപേരെയും, രാജപാളയത്തിനും കൊമ്പൈനെയും യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്നത്. ടിപ്പു സുൽത്താന്റെ പട്ടാളത്തിലും ഹൈദരാലിയുടെ പട്ടാളത്തിലും ഒക്കെ കൊമ്പൈ നായകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല കൊമ്പൈനെ ആ സമയത്ത് റിച്ച് അല്ലെങ്കിൽ റോയൽ സിമ്പിളൊക്കെ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. ഒരു കൊമ്പൈ നായ്ക്ക് പകരം ഒരു കുതിര വരെ കിട്ടിയിരുന്ന സമയം ഉണ്ടായിരുന്നു. നിലവിലെ KCA രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബ്രീഡ് തന്നെയാണ് കൊമ്പൈ. നാഷണൽ ബ്യൂറോ ഓഫ് ആനിമൽ ജനറ്റിക് റിസർച്ച് കൊമ്പൈയും കൂടെ ഇന്ത്യൻ നേറ്റീവ് ബ്രീഡായിട്ട് ഉൾപ്പെടുത്താനുള്ള പഠനങ്ങൾ നടത്തി വരുന്നുണ്ട്. പോലീസിലും മിലിറ്ററിയിലൊക്കെ ഈ നായയുടെ സാന്നിധ്യം ഇന്നുണ്ട്. തേനീ കൊമ്പൈ എന്നാണ് ഈ ബ്രീഡിനെ പറയാറുള്ളത് എന്ന് എടുത്തു പറയാൻ കാരണം രാമനാഥപുരം കൊമ്പൈ വേറെ തന്നെ ബ്രീഡാണ്. രാമനാഥപുരം മണ്ടേ നായ് അല്ലെങ്കിൽ വെറും മണ്ടേ നായ് എന്ന് പറയുന്ന ബ്രീഡാണ് രാമനാഥപുരം കൊമ്പൈ. എഗെയിൻ ഒബ്വിയസ്ലി രാമനാഥപുരം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ കൊമ്പൈ വരുന്നത്. ഈ രാമനാഥപുരം എന്ന സ്ഥലത്തെ ഏറ്റവും പഴക്കമുള്ള അമ്പലങ്ങളിലൊക്കെ
ഈ രാമനാഥപുരം കൊമ്പൈ നായയുടെ സ്കൾപ്ചേഴ്സ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇന്ന് ഈ നായ എക്സ്റ്റിങ്ഷന്റെ വക്കിലാണ്. മറ്റു ബ്രീഡുകളെ പോലെ തന്നെ ഈ ബ്രീഡിനെ കൺസേർവ് ചെയ്യാനും ഒരു കൂട്ടം ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അവർ പറയുന്ന പ്രകാരം ഈ നായ ശരിക്കും മണ്ടൈ നായയല്ല, മന്ദൈ നായാണ് എന്നാണ്. മന്ദൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹേർഡ് അല്ലെങ്കിൽ ഫ്ലോക്ക് എന്നൊക്കെയാണ് അർത്ഥം. ഈ നായനെ ഉപയോഗിച്ചിരുന്നത് ആടുകളേനൊക്കെ മേയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് ഇവർക്ക് മന്ദൈ നായ് എന്ന് പേര് കിട്ടിയത്. പിന്നെ പറഞ്ഞ് മന്ദൈ നായ് മണ്ടൈ നായ് ആവുകയായിരുന്നു. ആടുകളെ മേയ്ക്കലാണ് ഈ നായയുടെ പ്രധാന പണി എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഈ നായയ്ക്ക് കുട്ടി ഉണ്ടാവുന്ന സമയത്ത് ആ പട്ടിക്കുട്ടി കണ്ണു തുറന്നതിന് ശേഷം ഇവന് കുറച്ച് ആട്ടുംപാല് ആ പട്ടിക്കുട്ടിക്ക് കൊടുക്കുന്ന ഒരു ട്രഡീഷൻ ഉണ്ട് അത്ര. നോർത്ത് ഇന്ത്യൻ പ്രദേശത്ത് കാണുന്ന മറ്റൊരു നായയാണ് സോണേരി കുത്ത. UP ബീഹാർ ഭാഗങ്ങളിലൂടെ ഒഴുകുന്ന സോൻ നദിക്കരയിലാണ് ഈ നായകളെ കൂടുതൽ കാണുന്നത്. അതുകൊണ്ടാണ് സോണേരി കുത്ത എന്ന് ഇവരെ പറയുന്നത്. നീന്തൽ ഒരുപാട് ഇഷ്ടമുള്ള ബ്രീഡ് ആയതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരുടെ വാട്ടർ ഡോഗ്സ്, പ്രത്യേകിച്ച് ലാബ്രഡോർ അങ്ങനെയുള്ള നായകൾ പാരിയ ഡോഗായിട്ട് ക്രോസ് ആയിട്ട് ഉണ്ടായ ഒരു ബ്രീഡാണ് സോണേരി കുത്ത എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ പാരിയ ഡോഗിനെ പോലെയല്ല ഈ ബ്രീഡ് മിക്കപ്പോഴും കറുപ്പ് അല്ലെങ്കിൽ തവിട്ട് നിറങ്ങളിലാണ് കാണാറ്. പ്രധാനമായും പോത്ത് വളർത്തുന്ന സ്ഥലമായതുകൊണ്ട് പോത്തുകളെ മേയ്ക്കാനും പ്രത്യേകിച്ച് പോത്തുകളെ വെള്ളത്തിൽ നിന്ന് കരകയറ്റാനും വേണ്ടിയിട്ടാണ് ഈ നായ്ക്കളെ ഉപയോഗിക്കുന്നത്. പെട്ടെന്ന് പേടിക്കുന്ന മൃഗങ്ങളാണ് പോത്തുകൾ. അതുകൊണ്ട് തന്നെ ഇവർ വെള്ളത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു നായ വന്നു കഴിഞ്ഞിട്ട് വെച്ചാൽ അവർ ഞെട്ടിപ്പോവും. പക്ഷെ കറുപ്പ് നിറം ആവുമ്പോൾ അതിനോട് തന്നെ ബ്ലെൻഡായി പൊയ്ക്കോളും എന്നുള്ളത് കൊണ്ടാണ് അധികം പേരും കറുപ്പ് നിറത്തിനെ ചൂസ് ചെയ്യാൻ കാരണമായത്. കറുപ്പ് നിറം ചൂസ് ചെയ്ത് വന്നപ്പോൾ പിന്നെ ഈ ബ്രീഡിന്റെ കളർ തന്നെ മെയിൻലി കറുപ്പ് അല്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡ്സ് ആയി. പ്രധാനമായും നമുക്ക് അറിയാവുന്നതും കേട്ടിട്ടുള്ളതുമായിട്ടുള്ള ഇന്ത്യൻ ബ്രീഡുകൾ ഒരു പരിധി വരെ നമ്മുടെ വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തു. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഒരു സമയത്ത് 50 ഡിസ്റ്റിങ് ബ്രീഡുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എല്ലാ ബ്രീഡുകളെ കുറിച്ചിട്ടുള്ള ഫുൾ ഡോക്യുമെന്റ്സ് ഇപ്പൊ എവിടെയും അവൈലബിൾ അല്ല. എങ്കിലും ഇന്ത്യൻ ബ്രീഡ്സിനെ കുറിച്ചിട്ടുള്ള അറിവുകൾ എന്തായാലും ഇനി വരും വീഡിയോകളിലും പങ്കുവയ്ക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു പരിഗണിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.